നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിൻ്റെ സ്ഥാനാരോഹണം നാളെ വത്തിക്കാനിൽ നടക്കും. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിനെ കർദിനാളായി ഉയർത്തുക. വൈദിക പദവിയിൽ നിന്ന് നേരിട്ടാണ് ജോർജ് കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്നത്. വത്തിക്കാനിൽ ഇതിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. വത്തിക്കാനിൽ നിന്ന് 24-ന് വേണ്ടി ഫാദർ പ്രിൻസ് തെക്കേപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ടാണിനി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആസ്ഥാന ദേവാലയമായ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക മനോഹരമായ ഒരു തിരുക്കർമ്മത്തിന് ഒരുങ്ങുകയാണ്. മാർപ്പാപ്പയുടെ കർദിനാൾ സംഘത്തിലേക്ക് പുതുതായി 21 കർദിനാൾമാർ കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. 253 അംഗങ്ങളുള്ള കർദിനാൾ സംഘത്തിൽ ഒരു മലയാളി കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് കൂവക്കാട് കർദിനാൾ സംഘത്തിൽ പുതുതായി ഉൾച്ചേരുന്നത് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നുള്ളതിന് തെളിവാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രതിനിധി സംഘം കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വത്തിക്കാനിൽ എത്തിച്ചേരുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കും വത്തിക്കാനിൽ വൈകുന്നേരം 4 മണിക്കുമാണ് തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. 24 ന്യൂസിനു വേണ്ടി വത്തിക്കാനിൽ നിന്നും ഫാദർ പ്രിൻസ് തെക്കേപ്പുറം. താങ്ക് യു ഫാദർ പ്രിൻസ് തെക്കേപ്പുറം.